ഞാനങ്ങനെ മുംബൈ നഗരം ഒന്ന് കറങ്ങിക്കാണാമെന്ന് വിചാരിച്ചു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അതെങ്ങനെയാണെന്ന്. എൻ്റെ യാത്ര ആഫ്രിക്കയിലേക്കാണല്ലോ. കണക്ഷൻ ഫ്ലൈറ്റ് ആയതുകൊണ്ട് എനിക്ക് കുറേ സമയം എയർപോർട്ടിലിരിക്കണം. ആ സമയം കൊണ്ട് മുംബൈ കഴിയാവുന്ന സ്ഥലങ്ങൾ കറങ്ങിക്കാണാമെന്നാണ് ഞാൻ വിചാരിച്ചത്. ആദ്യമായിട്ടാണ് ഞാൻ മുംബൈയിലെത്തുന്നത്. കടലിന് മുകളിലൂടെയുള്ള തൂക്കുപാലം അതെനിക്കൊരു അത്ഭുതമായിട്ടാണ് തോന്നിയത്. ഹാജി അലി ദർഗ കാണുക എന്നതാണ് ഇപ്പോഴത്തെ എൻ്റെ പ്രധാന ലക്ഷ്യം. ദർഗയുടെ മുൻഭാഗത്തിറങ്ങി ദർഗയിലേക്ക് നടന്നു. റോഡ് ക്രോസ് ചെയ്ത് ദർഗയിലേക്ക് കുറച്ച് ദൂരം നടക്കണം. അടിപ്പാതയിലൂടെയാണ് ദർഗയുടെ ഉള്ളിലേക്കുള്ള പ്രവേശനം. കടലിനാൽ ചുറ്റപ്പെട്ടതാണ് ദർഗയും അവിടത്തേക്കുള്ള വഴിയും. ഇപ്പോൾ കടലിൽ വേലിയിറക്കമായതിനാൽ ഈ പാതയിൽ ഒട്ടും തന്നെ വെള്ളമില്ല. നിറയെ ആളുകൾ ദർഗ ദർശനത്തിനായി പോകുന്നുണ്ട്. ഞാൻ കുറച്ച് ദൂരം നടന്ന് ദർഗയുടെ പ്രധാന ദർശന കവാടത്തിൽ എത്തിയിട്ടുണ്ട്. ദൂരെ നിന്നുകൊണ്ട് ഞാൻ ദർഗയുടെ സൗന്ദര്യം ആസ്വദിച്ചു. പിന്നെ ദർഗയുടെ ഉള്ളിലേക്ക് കയറി. ബാങ്ക് വിളിക്കുന്ന സമയമായിരുന്നു. അവിടെ ചെണ്ട കൊട്ടുന്ന ഒരു രീതിയും ഞാൻ കണ്ടു. ഇതെല്ലാം കഴിഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി മാഹിയിലുള്ള മാഹിൻ ദർഗ കാണാനായിട്ടാണ് എത്തിയത്. ഇരുവശങ്ങളിലും പൂക്കടകളും സ്വീറ്റ്സ് കടകളുമാണ്. അവിടെയും കുറച്ച് സമയം അലഞ്ഞു തിരിഞ്ഞു നടന്നു. ശേഷം സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ ഒരു കടയിൽ കയറി. നല്ല ചിക്കൻ കബാബും ചിക്കൻ ടിക്കയുമാണ് കഴിച്ചത്. പിന്നെ കുറച്ച് സ്വീറ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. അവിടെ കുറച്ച് നേരം നോക്കി നിന്നതിന് ശേഷം അതിൽ നിന്നൊന്ന് സെലക്ട് ചെയ്ത് അതും അകത്താക്കി. ശേഷം എയർപോർട്ടിലേക്ക് തിരിച്ചെത്തി. എല്ലാം പെട്ടെന്നായിരുന്നു. പെട്ടെന്നെന്ന് പറഞ്ഞാൽ ഏകദേശം 2.5-3 മണിക്കൂറോളം പുറത്ത് ചിലവഴിച്ചു. പിന്നെ എയർപോർട്ടിലേക്ക് തിരിച്ചെത്തി. അവിടെ കുറേ നേരം തേരാപ്പാര നടന്നു. എൻ്റെ അടുത്ത ഫ്ലൈറ്റിൻ്റെ ഗേറ്റ് ലക്ഷ്യമാക്കിയിട്ടാണ് ഇപ്പോഴുള്ള എൻ്റെ നടപ്പ്. പോകുന്ന വഴിക്ക് ഫുഡ് കോർട്ടിൽ കയറി ഒരു ജ്യൂസൊക്കെ കഴിച്ചു. ഇവിടെ നല്ല ഭംഗിയുള്ള ഷാലിയാർ ലൈറ്റുകൾ തൂക്കിയിട്ടിരിക്കുന്നത് കാണാം. പിന്നെയും ഇരിപ്പിടത്തിൽ കുറേ നേരം കൂടി പോസ്റ്റായിട്ട് ഇരിക്കേണ്ടി വന്നു. പിന്നെ ഞങ്ങളുടെ ഫ്ലൈറ്റിലേക്ക് ലഗേജുകൾ കയറ്റുന്നത് നോക്കിയിരുന്നു. ചെക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഫ്ലൈറ്റിലേക്ക് കയറി. മുംബൈ എന്ന മഹാനഗരത്തിൻ്റെ ആകാശവീതിയിലെത്തി ആകാശക്കാഴ്ചകൾ ആസ്വദിച്ചിരുന്നു. വേഗത്തിൽ തന്നെ കടലിന് മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ നീണ്ടൊരു ഉറക്കം. 5.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം പുലർച്ചെ 5 മണിക്ക് നെയ്റോബിയിലെത്തി. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും. ദാ കാണുന്നു, വെൽക്കം ടു നെയ്റോബി. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ലഗേജ് എല്ലാം കളക്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. യാത്രക്കാരെല്ലാം അവർക്ക് പോകേണ്ടുന്ന സ്ഥലത്തേക്കുള്ള വാഹനങ്ങളെല്ലാം കാത്തിരിക്കുകയാണ്. അങ്ങനെ ഞാനും എൻ്റെ ഗൈഡിൻ്റെ കൂടെ ഞങ്ങളുടെ സഫാരി വാഹനത്തിൻ്റെ അടുത്തേക്ക് യാത്രയായി. സന്തോഷത്തോടെ തുള്ളിച്ചാടിയാണ് ഞാൻ ഫോണിൽ ഓരോ ദൃശ്യങ്ങളും പകർത്തിക്കൊണ്ടിരുന്നത്. ആകാംക്ഷയോടെ പുറത്തുള്ള കാഴ്ചകളും ഞാൻ ആസ്വദിച്ചു. സൂര്യോദയം വളരെ വ്യക്തമായി കാണാൻ കഴിഞ്ഞു. റോഡിലെല്ലാം വളരെ വൃത്തിയിലാണ്. ധാരാളം മൃഗങ്ങളുടെ പ്രതിമകളും സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെയെല്ലാം. 1 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞാൻ എൻ്റെ സഫാരി വാഹനത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സന്തോഷം കൊണ്ട് എനിക്കിരിക്കാൻ വയ്യേ എന്ന പോലെയായിരുന്നു എൻ്റെ ഇപ്പോഴത്തെ മനസ്സ്. ഒരു സർക്കിളിൻ്റെ നടുവിലായി ഒരു ഫ്ലൈറ്റിൻ്റെ സ്റ്റിൽ മോഡലും വന്യജീവികളുടെ പ്രതിമകളും സ്ഥാപിച്ചിട്ടുണ്ട്. താമസിക്കാതെ സഫാരി വാഹനത്തിലേക്ക് എത്തി. നല്ല രസികനായ ഒരു ഡ്രൈവറും അടിപൊളി ലാൻഡ് ക്രൂയിസർ 4-wheel ഡ്രൈവ് വണ്ടിയും നീണ്ടുകിടക്കുന്ന റോഡും which was founded in 1907. So after we got the independence in 1963, Nairobi became the capital, Republic of Kenya. At 508,367 square kilometer, Kenya is the world 48th largest country by a total area with a population of 47.6 million on the census of 2019. But most of the Kenyan, they did not agree because they say people who are doing census, they did not visit their homes. So in 2021, they told us we are 58 million, but we don't know actually how they got the numbers. So in Kenya, we have 47 counties. The 3 biggest counties, you get them in northern part of Kenya. The first one is Turkana, which is covering 68,860 square. We have Wajir, we have Marsabit. Nairobi is only 696.1, but the smallest county in Kenya, that is Mombasa, which is 297.4. Then we used to have 42 tribes, but the last government or the last president added 2 more.
They added Makonde. Makonde, they came from Mozambique in 1939 to work in the sugarcane company on the side of Mombasa. When the sugarcane company collapsed, they've been there pushing. So they made them the further the Asian or the Indian. Indian, they came to Kenya during the construction of railway. They came to work as a labor. So also they have made them the tribe is the 44th now. But the biggest tribe in Kenya, that is Kikuyu, followed by Luya, where I come from in the western part of Kenya. But the small tribe you can see in the north. റോഡരികിൽ മൃഗങ്ങളുടെ തോലുകൾ വിൽപ്പനയ്ക്ക് നിരത്തി തൂക്കിയിട്ടിരിക്കുന്നത് കാണാം. ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, നല്ല വിശപ്പുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ റോഡരികിലുള്ള ഒരു ചെറിയ റെസ്റ്റോറൻറ്റിൽ കയറാനാണ് നമ്മുടെ വാഹനം ഇവിടെ നിർത്തിയിരിക്കുന്നത്. മറ്റ് സഫാരി വാഹനങ്ങളും ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ വാഹനം. വിശദമായി പിന്നീട് കാണിക്കാം. ഇവിടെയും ധാരാളം മൃഗത്തോലുകൾ ഉണക്കി വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാണുന്നത് ഗ്രേറ്റ് റിഫ്റ്റ് വാലി എന്ന് പറഞ്ഞ ഒരു വലിയ ഗർത്തമാണ്. ഇതിൽ ആഴമേറിയ തടാകങ്ങളും സജീവമായ അഗ്നിപർവ്വതങ്ങളും ചുടുനീരുറവുകളും ധാരാളം അടങ്ങിയിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും പഴയ മനുഷ്യ അവശിഷ്ടങ്ങൾ ഈ താഴ്വരയിൽ നിന്ന് കണ്ടെത്തിയതിനാൽ ഇതിനെ മനുഷ്യരാശിയുടെ തൊട്ടിൽ എന്നും അറിയപ്പെടാറുണ്ട്. ശാസ്ത്രജ്ഞന്മാരുടെ നിഗമനപ്രകാരം ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിയുമ്പോൾ ഈ വിള്ളൽ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെ രണ്ടായി വിഭജിക്കുകയും അവിടെ പുതിയൊരു സമുദ്രം രൂപപ്പെടുകയും ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. 9600 കിലോമീറ്ററോളമാണ് ഇത് വ്യാപിച്ച് കിടക്കുന്നത്. ഇതിൻ്റെ വടക്ക് മിഡിൽ ഈസ്റ്റ്, സിറിയ മുതൽ തെക്ക് മൊസാംബിക് വരെയാണ് ഇത് വ്യാപിച്ച് കിടക്കുന്നത്. ദശലക്ഷക്കണക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ അന്തർഭാഗത്തെ ഫലകങ്ങൾ പരസ്പരം അകന്നപ്പോഴാണ് ഈ ഭീമാകാരമായ വിള്ളൽ രൂപപ്പെട്ടത്. അല്പനേരം കൂടി കാഴ്ചയിൽ കണ്ടതിന് ശേഷം ഞാൻ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി. ഭൂരി പോലെയുള്ളൊരു വിഭവമാണ് ഞാൻ കഴിക്കാനായി ഓർഡർ കൊടുത്തത്. അപ്പോൾ തന്നെ ഉണ്ടാക്കി തരുന്നൊരു രീതിയാണ് അവിടെ ഉണ്ടായിരുന്നത്. അവിടെ നിന്നും വാലിയുടെ കാഴ്ച കാണാൻ വളരെ മനോഹരമായിരുന്നു. ഫുഡ് ഉണ്ടാക്കുന്നത് കുറച്ച് നേരം ഞാൻ നോക്കി നിന്ന് കുക്കിനോട് അല്പം കുശലൊക്കെ പറഞ്ഞപ്പോഴേക്കും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. പെട്ടെന്ന് തന്നെ അത് ടേബിളിലെത്തി. നല്ല വിശപ്പായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാനത് അകത്താക്കി വീണ്ടും ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു. ഇവിടുത്തെ പ്രധാന വ്യൂ വാലി തന്നെയാണ്. വാലിയുടെ താഴ്വാരത്തിൽ നിറയെ വീടുകളുണ്ട്. താഴ്വാരത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ചെറിയ ചെറിയ ടൗണുകൾ നമുക്ക് കാണാൻ സാധിക്കും. നിരപ്പായ നേർരേഖയിലൂടെയുള്ള റോഡിലൂടെ ഞങ്ങൾ നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ഭൂമി, ദൂരെ ഒരു സാറ്റലൈറ്റ് ഡിഷ് കാണാൻ കഴിയുന്നുണ്ട്. കാഴ്ചയിൽ വീണ്ടും നേർരേഖയിലൂടെയുള്ള റോഡും വിജനമായ ഭൂപ്രദേശങ്ങളും മാത്രമാണ് ഇവിടെയുള്ളത്. 120 കിലോമീറ്റർ സ്പീഡിലാണ് ഇപ്പോൾ വാഹനം ഓടിക്കൊണ്ടിരിക്കുന്നത്. ആയതുകൊണ്ട് ഡ്രൈവർ വളരെ ശ്രദ്ധയോടെ തന്നെയാണ് വാഹനം ഓടിക്കുന്നത്. പെട്ടെന്നായിരുന്നു ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം മാറിയത്. മുഴുവൻ ശ്രദ്ധയും ഡ്രൈവിങ്ങിൽ തന്നെയാണ്. ഇടയ്ക്കെല്ലാം റോഡരികിൽ ബബൂണുകളെ കാണാൻ കഴിഞ്ഞിരുന്നു. സ്പീഡ് കൂടുതലായതുകൊണ്ട് ഈ ഭാഗങ്ങളിൽ ആക്സിഡൻറ്റുകളും വളരെയധികം കൂടുതലായിരുന്നു. റോഡരികിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും വിൽക്കുന്ന താൽക്കാലികമായ ധാരാളം കടകൾ കാണാം. നേർരേഖയിലൂടെയുള്ള ഈ റോഡിലൂടെ അതിവേഗത്തിലുള്ള ഈ യാത്ര ഒരു സാഹസികതയായി എനിക്ക് തോന്നി. ഇടയ്ക്ക് വളരെ പഴക്കം ചെന്ന കാറുകളും കാണാൻ കഴിഞ്ഞു. ലോക്കൽ മാർക്കറ്റുകൾ റോഡരികിൽ സജീവമാണ്. തിരക്കുള്ള സ്ഥലങ്ങളിലെത്തിയപ്പോൾ വാഹനത്തിൻ്റെ വേഗത നന്നേ കുറഞ്ഞിരുന്നു. ഏകദേശം 2-2.5 മണിക്കൂറായിട്ടുണ്ട് നമ്മുടെ യാത്ര ആരംഭിച്ചിട്ട്. വാഷ്റൂമിൽ പോകാനായിട്ട് ഒരു കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന കടയിലാണ് നിർത്തിയത്. വാഷ്റൂം ഈ കരകൗശല കടയുടെ ഏറ്റവും ബാക്ക് സൈഡിലാണ്. ഈ കടയുടെ ഉള്ളിലൂടെ വേണം നമ്മൾക്ക് വാഷ്റൂമിൽ പോകുന്ന വഴിക്ക് കരകൗശല വസ്തുക്കൾ കണ്ട് ആസ്വദിച്ചാണ് ഞാൻ പോയത്. അത്ഭുതകരമായ കലാസൃഷ്ടികൾ, എല്ലാ വന്യജീവികളുടെയും ഗോത്രവർഗക്കാരുടെയും മരത്തിലും മറ്റു വസ്തുക്കളിലും നിർമ്മിച്ച രൂപങ്ങൾ, ഇതെല്ലാം കണ്ട് എൻ്റെ കണ്ണടിച്ചു പോയി. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങാം, വാങ്ങിച്ചില്ലെങ്കിലും ഇവിടെയുള്ളവർക്ക് ഒരു പരാതിയോ പരിഭവമോ ഒന്നുമില്ല. എനിക്ക് ഫീൽ ചെയ്തത് ഒരു കരകൗശല വസ്തുക്കളുടെ മ്യൂസിയം സന്ദർശിച്ച പോലെയാണ്. പല വലിപ്പത്തിലുള്ള മസായി ഗോത്രത്തിലുള്ളവരുടെ പ്രതിമകളും മുഖംമൂടികളും എത്ര കണ്ടാലും മതി വരില്ല. കുറച്ച് പാത്രങ്ങളുടെ രൂപങ്ങളും ഒരു സംഭവം തന്നെയാണിവിടം. മസായി മലയിലെ
ജീവികൾ ഒന്നിച്ചിറങ്ങി വരുന്നത് പോലെയാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഏകദേശം അരമണിക്കൂറിലധികം ഇതിനുള്ളിൽ ചിലവഴിച്ചു. എന്നിട്ടും കണ്ടു തീർന്നിട്ടില്ല. കണ്ടിട്ടും മതിയാവുന്നതുമില്ല. പല നിറത്തിലുള്ളവയായിരുന്നു ഇവയെല്ലാം. ചില ശില്പങ്ങൾക്ക് ജീവനുള്ളവയെപ്പോലെ തോന്നും. ഒരത്ഭുത ലോകം തന്നെയായിരുന്നു ഇത്. എത്രയോ കലാകാരന്മാരുടെ കഠിന പ്രയത്നത്തിൻ്റെ ഫലമാണ് ഇതെന്ന് ഓർക്കുമ്പോൾ വളരെയധികം അത്ഭുതം തോന്നി. അങ്ങനെ ആ അത്ഭുതകരമായ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം തിരികെ വാഹനത്തിൻ്റെ അടുത്തെത്തി. ഇതാണ് നമ്മുടെ വാഹനം. 8 പേർക്കിരിക്കാവുന്ന 4 വീൽ ഡ്രൈവുള്ള ലാൻഡ് ക്രൂയിസർ വാഹനമാണിത്. എല്ലാവിധ സുരക്ഷാ മാനദണ്ഡങ്ങളുമുള്ള ഏത് വഴിക്ക് പോകാൻ കഴിയുന്ന അത്ര സ്ട്രെങ്തായ ഒരു വാഹനമാണിത്. പിന്നെ അവിടെ അടുത്ത് തന്നെ ഒരു മരത്തിൻ്റെ ചുവട്ടിലായി ആഫ്രിക്കൻ രീതിയിൽ മരം കൊണ്ട് നിർമ്മിച്ച ടേബിളുകളും ചെയറുകളും നമുക്കിവിടെ കാണാം. ഇത്തരത്തിലുള്ള മരങ്ങൾ ഇവിടെ ധാരാളം കാണാം. ഈ കാണുന്ന മരത്തിന് ഒരു യെല്ലോ കളറാണുള്ളത്. കുറച്ച് നേരം ആ തണലത്ത് നിന്നതിന് ശേഷം ഞാൻ വീണ്ടും വാഹനത്തിൻ്റെ അടുത്തേക്ക് എത്തി. ഇതാണ് ഈ വാഹനത്തിൻ്റെ ഉൾഭാഗം കണ്ടാലറിയാം നല്ല സ്പേസ് ഉള്ളൊരു വാഹനം തന്നെയാണിത്. പിന്നെ ഞാൻ അവിടെ നിന്ന് 2 ഫോട്ടോയ്ക്ക് പോസൊക്കെ ചെയ്തതിന് ശേഷമാണ് വീണ്ടും യാത്ര തുടർന്നത്. യാത്രയിൽ പിന്നെയും പഴയ കാഴ്ചകൾ തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. വിജനമായ സ്ഥലങ്ങൾ, നേർരേഖയിൽ പോകുന്ന റോഡുകൾ, ഇങ്ങനെ പോകുന്നു യാത്ര. പെട്ടെന്നാണ് റോഡിൻ്റെ സ്വഭാവം മൊത്തത്തിൽ മാറിയത്. നല്ല ടാറിട്ട റോഡിൽ നിന്നും മൺപാതയിലേക്കായി നമ്മുടെ യാത്ര. മൺപാത നിറയെ കുഴികളാണ്. ഒരു ഓഫ് റോഡ് യാത്രയ്ക്ക് തുല്യമായ യാത്രയായിട്ടാണ് ഇതിനെ തോന്നിയത്.
എന്നാൽ ഈ യാത്രയും യാത്രക്കാരായ ഞങ്ങളെല്ലാവരും നന്നായി തന്നെ ആസ്വദിച്ചിട്ടാണ് മുന്നോട്ട് പോയത്. വീണ്ടും കുറച്ച് ദൂരം കൂടി മൺപാതയിലൂടെ യാത്ര ചെയ്തതിന് ശേഷം ടാറിട്ട റോട്ടിലേക്ക് നമ്മുടെ വാഹനം കയറിയിട്ടുണ്ട്. അല്പദൂരം ചെന്നപ്പോൾ എന്തോ ആവശ്യത്തിനായി ഡ്രൈവർ വാഹനം നിർത്തി പുറത്തേക്ക് ഇറങ്ങി. ആ സമയം കൊണ്ട് ഞാൻ പുറത്തുള്ള ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ട്. റോഡരികിലായി ധാരാളം ബൈക്കുകൾ നിരത്തി വച്ചിരിക്കുന്നത് കാണാം. എന്നാൽ ഒരൊറ്റ ബൈക്കിന് പോലും നമ്പർ പ്ലേറ്റ് കാണുന്നില്ല. മസായി ഗോത്രക്കാരുടെ ഡ്രസ്സിങ് രീതിയും മോഡേൺ രീതിയിലുള്ള ഡ്രസ്സും കൂടിയിട്ടുള്ള ഒരു കൂട്ടം ആളുകളെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അല്പസമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡ്രൈവർ തിരികെ എത്തി. നമ്മുടെ യാത്ര വീണ്ടും ആരംഭിച്ചു. റോഡിന് ഇരുവശത്തുമായി ധാരാളം വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. മെയിൻ റോഡിൽ നിന്നും നമ്മുടെ വാഹനം മറ്റൊരു റോഡിലേക്ക് തിരിഞ്ഞു. അതിവേഗതയിലാണ് ഇപ്പോൾ വാഹനം പോയിക്കൊണ്ടിരിക്കുന്നത്. കാഴ്ചകൾ വീണ്ടും പഴയതുപോലെ തന്നെയാണ്. വിജനമായ ഭൂപ്രദേശങ്ങളാണ് ചുറ്റുവട്ടത്തും. ഇനിയും അല്പദൂരം കഴിഞ്ഞാലാണ് താമസ സ്ഥലത്ത് എത്താൻ കഴിയുക. അതിനാലായിരിക്കണം ഡ്രൈവർ ഇത്രയും വേഗത്തിൽ വാഹനം ഓടിക്കുന്നത്. ഡ്രൈവറെ പറഞ്ഞിട്ട് കാര്യമില്ല, അത്രയും നല്ല റോഡാണിത്. പറഞ്ഞു തീർന്നില്ല, അപ്പോഴേക്കും വീണ്ടും മൺപാതയിലേക്ക് നമ്മളെത്തി. തികച്ചും ഓഫ് റോഡ്, എന്നാൽ സ്പീഡിന് ഒട്ടും തന്നെ കുറവില്ല. മൺപാത അങ്ങ് ദൂരെ വരെ നമുക്കിവിടെ നിന്ന് കാണാനായി സാധിക്കും. നല്ല സ്പീഡിൽ തന്നെയാണ് വാഹനം ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത് ഒട്ടും തന്നെ യാത്രക്കാരായ ഞങ്ങൾക്ക് ഫീൽ ചെയ്യാത്ത രീതിയിലാണ് ഈ വണ്ടിയുടെ മൊത്തം കണ്ടീഷൻ. മുമ്പിലുള്ള വാഹനത്തെ പിന്തുടർന്നുകൊണ്ടാണ് നമ്മുടെ വാഹനം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറേ ദൂരം മുന്നോട്ട് പോയി അവസാനം ഒരു മത്സരത്തിന് പോകുന്നത് പോലെയാണ് ഡ്രൈവർ മുമ്പിലുള്ള വാഹനങ്ങളെ പിന്തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഒരു റിസോർട്ടിലെത്തി. ഇത് മസായിമാരയ്ക്ക് തൊട്ടടുത്തുള്ളതാണ്. ഇടയ്ക്കൊരു ദിവസം ഇവിടെ നമ്മൾക്ക് താമസിക്കേണ്ടതുകൊണ്ട് അത് കാണിച്ചു തരുവാനാണ് ഡ്രൈവർ നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. റിസോർട്ടിൻ്റെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഇന്ന് താമസിക്കേണ്ട സ്ഥലത്തേക്ക് പോകുകയാണ്. ഈ റിസോർട്ടിന് ചുറ്റും നല്ല കോമ്പൗണ്ട് വാളും നല്ലൊരു ഗേറ്റുമുണ്ട്. വളരെ മനോഹരമായൊരു ഗേറ്റ് തന്നെയാണിത്. ഇവിടെ നിന്നും 1-2 കിലോമീറ്ററും കൂടി പോയാലാണ് നമ്മളിന്ന് താമസിക്കുന്ന റിസോർട്ടിൽ എത്തുക. അധികം വൈകാതെ ഇന്ന് ഞങ്ങൾ താമസിക്കേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ദീർഘമായ 4 മണിക്കൂറത്തെ യാത്രയ്ക്കൊടുവിലാണ് ഞങ്ങൾ മസായിമാരയിൽ എത്തിയത്. നൈറോബിയിൽ നിന്നും മസായിമാരയിലേക്ക് 4 മണിക്കൂറത്തെ യാത്രയാണുള്ളത്. നിറയെ ടെൻറ്റുകളുള്ള ഒരു റിസോർട്ടാണിത്. റിസോർട്ടിലെ ജീവനക്കാരാണ് ഞങ്ങളുടെ ലഗേജ് എടുത്തത്. അവർ ലഗേജുമായി ഞങ്ങളുടെ മുമ്പിലായി നടന്നു. ലഞ്ച് കഴിച്ചിട്ടില്ല, നല്ല വിശപ്പുണ്ട്. റിസോർട്ടിലെ ഡൈനിങ് ഏരിയയിലേക്കാണ് ആദ്യം തന്നെ കയറിയത്. തനി ട്രഡീഷണൽ ആഫ്രിക്കൻ രീതിയിലുള്ള ഒരു റെസ്റ്റോറൻ്റാണിത്. ഇവിടെ ഫുഡെല്ലാം നമ്മൾ സ്വയം എടുത്ത് കഴിക്കണം. മുഖമെല്ലാം നന്നായി കഴുകിയതിന് ശേഷം ഞാനും എനിക്ക് ആവശ്യമായ ഫുഡെല്ലാം എടുത്തു. റൈസ്, നൂഡിൽസ്, ചിക്കൻ, ബീഫ്, സോയ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എല്ലാം ആവശ്യക്കാർക്ക് ആവശ്യമുള്ളതനുസരിച്ച് കഴിക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ടെൻറ്റിലേക്ക് യാത്രയായി. ഇതാണ് ഇന്ന് ഞങ്ങൾ താമസിക്കുന്ന ഇടം. കാടിന് നടുക്ക് ടെൻറ്റിനുള്ളിലൊരു താമസം ഒരു വ്യത്യസ്തമായ അനുഭവം തന്നെയായിരിക്കും. നേരെ കാണുന്നതാണ് ഞങ്ങളുടെ ടെൻറ്റ്. അങ്ങനെ ഒരു അത്ഭുതകരമായ ലോകത്ത് എത്തിയതുപോലെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. റിസോർട്ട് കാണാൻ വളരെ മനോഹരമാണെന്ന് ഞാൻ പറഞ്ഞു. ഇതിൻ്റെ കൂടുതൽ വീഡിയോസ് എല്ലാം അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ സ്റ്റാഫ് ലഗേജെല്ലാം ടെൻറ്റിൻ്റെ ഉള്ളിൽ വെച്ചു. വളരെ മനോഹരമായ ടെൻറ്റിൻ്റെ ഉൾഭാഗവും അതുപോലെ തന്നെ അതിമനോഹരമായ മസായിമാരെ കാഴ്ചകളുമാണ് ഇനിയുള്ള വീഡിയോസിൽ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും എന്നെ അറിയിക്കാൻ മറക്കരുത്.